ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴാണ്. ഇന്ന് നവംബർ 4th ആണ് കേട്ടോ. ഇപ്രാവശ്യത്തെ മൈജിന്ന് ഞാൻ കുറേ സാധനങ്ങൾ, മൈജി ഓഫർ ഉണ്ടായപ്പോൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഈ ബാഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏതാ, വൈൽഡ് ക്രാഫ്റ്റിന്റെ ബാഗാട്ടോ. ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഹോസ്പിറ്റൽ ബാഗായിട്ട് ഞാൻ ഇത് തന്നെ എടുത്തു. അല്ല, പോടാ, ബ്രാൻഡഡ് സാധനം. അപ്പൊ ഞാൻ എന്റെ കമ്മലൊക്കെ ഊരി വെച്ചു ഗൈസ്. വള, മോതിരം, പാദസരം എല്ലാം ഊരി. അപ്പൊ ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഓൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എറണാകുളം മെഡിക്കൽ സെൻറ്റർ പാലാരിവട്ടത്താണ് പോണേ. അപ്പോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വഴിയെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർവേശ്വര സർവൈശ്വര്യങ്ങളും നന്ദി. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ദീർഘായുസ്സ് ഓം വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരകീനം ഐശ്വര്യ ഇറക്കിക്കൊണ്ട് തന്നെ എടുക്കട്ടെ. അവൻ ഇവിടെ നിന്ന് കോപ്രായം കാണിക്കുക. കാലുമ്പോ നീര് വന്ന കാരണം അത് നീരിപ്പല്ല, റൂമിൽ കയറി ഇറങ്ങുമ്പോൾ നീരെ പോകും. എൻ്റെ ഒരു സാധനങ്ങൾ ഇനി എടുക്കാനില്ലല്ലോ. ഒരുവിധം എല്ലാം എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ റൂമിൽ പോയി നോക്കട്ടെ. ഇറങ്ങിയിട്ട് ഇനി കേറാൻ പാടില്ലേ? അല്ലാതെ എന്തെങ്കിലുമൊക്കെ എടുക്കാണ്ടോന്ന് നോക്കിട്ട് ഇറങ്ങിയിട്ട് എന്താ സെക്യൂരിറ്റി ചെക്ക് എന്താ? ഇറങ്ങിയിട്ട് പിന്നെ കേറാൻ പാടില്ലാന്ന്. സച്ചു, നീ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിട്ടാന്നറിയോ? കുഞ്ഞിന്റെ ബെഡോ അത് കട്ടിലിന്റെ താഴെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? കിടക്കണം. കൊച്ചുണ്ടായതിനു ശേഷം അത് നീ കൊണ്ടുവരണം എങ്ങോട്ട്? ഹോസ്പിറ്റലിൽ. ഇപ്പൊ കൊച്ചുണ്ടാവില്ല, എടുത്തോണ്ട് പോയി. ഇപ്പൊ തന്നെ ഇതെന്താ ബെഡ് നോക്കിക്കൊണ്ട് ഞാൻ അത് ഇപ്പൊ കൊണ്ടുപോകണ്ടടാ, നമ്മ ഹോസ്പിറ്റലിലേക്ക്. പൊന്നു കൊണ്ടുവരാൻ എന്റെ കൂടെ വരില്ലേ? പിന്നെ ഞാൻ മറ്റേ ഫീഡിങ്ങിന്റെ ആ സാധനം വാങ്ങിച്ചത് അലമാരിയിൽ ഇരിപ്പുണ്ട്. അതും മറക്കാതെ എടുക്കണം. പിന്നെ മറ്റേ വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ ഞാൻ ഇവിടെ ദൂരെ നോളാം. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരകീനം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം രാമരാമം ഭക്തി. ബൈ ബൈ, ഞാൻ പോവാണ്. 2 months കഴിഞ്ഞ് ഇനി വരൂ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. അമേജാൻ ശ്രദ്ധിച്ചല്ലേ? ഇതൊക്കെ ചെയ്യാം. അപ്പൊ ബൈ ബൈ, ഞാൻ ഇനി 2 months കഴിഞ്ഞ് വരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. അവിടുത്തെ എൻ്റെ അമ്മയും ഇന്ന് കുഞ്ഞിലക്ഷ്മിക്ക് ഡാൻസ് ഉണ്ട് കേട്ടോ. കലോത്സവം നടക്കുവാണ് ഞങ്ങളുടെ അവിടെയൊക്കെ. അപ്പോൾ കുഞ്ഞിക്ക് ഇന്ന് ഭരതനാട്യം കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അത് കാരണം അമ്മയൊക്കെ ഇച്ചിരി ലേറ്റായിട്ടാണ് എത്തുള്ളൂ. അമ്മ ഭയങ്കര ടെൻഷനിലാണ് അവിടെ. അപ്പോൾ അമ്മയൊക്കെ അവിടെ നിന്ന് ഇപ്പം ഇറങ്ങും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞാൻ നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് ടെൻഷൻ ഇല്ല. അതെന്താ? എന്തിനാ ടെൻഷൻ അടിക്കണ? ഡോക്ടറല്ലേ ടെൻഷൻ അടിക്കണ്ടത്. രാജീവ് ചേട്ടനാണ് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അമ്മയുടെ അനിയനാണ്. എന്താ? ഒന്നുമില്ല, നീ പോയേ. നീലക്കുയിൽ നീലക്കുയിൽ
ഡോക്ടറെ കാണാൻ പോവാം. എന്താ വേദന ഇച്ചിരി ഉണ്ടാവും. സാറില്ല കിടക്ക് കിടക്ക്. അതൊക്കെ ഉണ്ടാവും. ഐശോ അങ്ങനെയല്ലല്ലോ 2 ദിവസം മുമ്പ് ഇങ്ങനെയല്ലേ അച്ഛാ ഞാൻ പ്രസവിക്കും ചെരിഞ്ഞ് ചെരിഞ്ഞ് കിടക്ക്. എന്താ ഡോക്ടർ പറഞ്ഞ കിടക്കാനാണ് പറഞ്ഞത്? അപ്പൊ രാത്രിയിലേക്ക് ഉണ്ടാവും ഐശു. എത്രയും പെട്ടെന്ന് ആവട്ടെ. സാറില്ല ഇച്ചിരി സഹിക്കുന്ന ഇച്ചിരി വേദന ഉണ്ടാവും. അത് സഹിക്കേ കുഴപ്പമില്ല. ഇപ്പോഴേ കരഞ്ഞ് തളരാൻ പോയി എന്ത് ചെയ്യും? സമയം കിടക്കണോണ്ട് ഇപ്പോഴേ കരഞ്ഞു ഒരു 20 മിനിറ്റോളം ഒരു മീൻസ് അസിസ്റ്റന്റ് ട്യൂബ് ഉള്ളില് കേറ്റി വെള്ളമൊക്കെ ഇങ്ങനെ അടിക്കായിരിക്കും. അല്ല, ഇത് സെർവിക്സ് വികസിക്കാൻ വേണ്ടിട്ട് ചെയ്യണതാണ്. എന്താന്ന് വെച്ചാൽ കൊറേ ബ്ലഡ് ഒക്കെ നിന്ന് വയറ് കഴിയണ കാര്യം പോവാതിരിക്കണോ ആയില്ല, തുടങ്ങിയുള്ളൂ. അതൊക്കെ സമ്മതിച്ചു. പുറത്തുനിന്ന് നടന്നോ ജാതു അബിക്കുട്ടി പകരം വീട്ടി. കഴിഞ്ഞ് അവള് ചോര ഒരു കേജി ഹോസ് കുത്തില്ല. எதுக்குடா இங்க வந்த ஏன்டா என்ன டென்ஷன் பண்ற எங்க பார்த்தாலும் நீ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചൂടെല്ലാം ഇത് വെക്കലൊക്കെ ഇപ്പോഴുള്ള കാര്യമാണ്. പണ്ടാണെങ്കിൽ അവിടെ വേദനയും എടുത്ത് കിടക്കും. ഗൈസ്, അപ്പൊ ഞാൻ കുളിച്ച് ഫുഡ് കഴിച്ച് ലേബർ റൂമിൽ പോവാൻ പോവാണ്. പ്രസവത്തിനല്ല, സുഖവാസത്തിനല്ല. എന്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി അങ്ങനെ 3, 4, 5, 6, 7 സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെന്നാണ് ഇവര് പറയണത്. ഇവര് സീരിയല് കാണാറുണ്ട്. സീരിയൽ അമ്മ ഇപ്പൊ ഒരു ഏഷ്യാനെറ്റ് ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ബേസിക്കലി സൂര്യ ടിവിയുടെ ആണ് but- ആളാണ്. അമ്മ ഇങ്ങനെ കണ്ടിരിക്കും എത്രയൊക്കെ അമ്മയുടെ സീരിയലാണ്. പക്ഷെ അമ്മ ഇപ്പൊ ഒരു ടീച്ചറമ്മ ഏഷ്യാനെറ്റ് ഫാൻ ആവുകയാണ്. ടീച്ചറമ്മ എന്ന സീരിയലാണ്. ചോറ് എങ്ങനെയുണ്ട് അയച്ചു ഫുഡ്? കുഴപ്പമില്ല. മതി മതി അമ്മ. എങ്ങനെയുണ്ട്? റിവ്യൂ പറ. ഫുഡിന്റെ ഫുഡ് എങ്ങനെയുണ്ട്? റിവ്യൂ നല്ലാണോ? എന്തൊക്കെ അറിയണ്ട്? ഈ കറി, ചെമ്മീൻ, മാങ്ങ, ഇത് വെണ്ടയ്ക്കക്കറി, ഇത് വഴുതനങ്ങക്കറി, ഇത് കോവക്കക്കറി. ഇത്രേ ഉള്ളൂ. 90 രൂപയാണ് ഇത്രയും ചോറിനും ഇത്രയും മൂന്നിനും അവര് വാങ്ങിച്ചാണ്. അത് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. LDF രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം. അതെ 90 റുപ്പീസ് അച്ഛൻ അത് ആരോണ്ട് ബുദ്ധിയിട്ട് ബിരിയാണി മേടിച്ചിട്ടുണ്ട്.
ഇവിടെ വേദന എടുത്ത് പൊളയുന്ന ഐഷു. വേദന എടുത്ത് പൊളയുന്ന തേങ്ങയുടെ ചിരട്ട. ദാറ്റ് ഈസ് റോങ്. തേങ്ങയുടെ ചിരട്ട കിട്ടിയിരിക്കുന്നു. ഗൈസ് എനിക്കിപ്പോ സിസ്റ്റർ ഒരു പേപ്പർ കൊണ്ട് തന്നായിരുന്നേ. ഫുഡ് കഴിച്ച് ഇനി ഒരു മണിക്കൂർ കുഞ്ഞിന്റെ അനക്കം നമ്മള് ശ്രദ്ധിക്കണം. എന്നിട്ട് ഓരോ പ്രാവശ്യം അനങ്ങുമ്പോഴും ഇങ്ങനെ കീറണം. ഒരു പ്രാവശ്യം അനങ്ങിയിട്ടുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. വേദനയ്ക്കുള്ള മരുന്ന് വേദന എടുക്കാനുള്ള മരുന്ന്. ഐഷുവിനോട് വേദന തുടങ്ങി. പിന്നെ അതേ നമ്മുടെ ബേബി പമ്പ് ഫ്രണ്ട് ഗൈസ്. ബേബി പമ്പ് വേദന എടുക്കാനുള്ള മരുന്ന് തരുമെന്ന് പറഞ്ഞ 1 മണിക്ക്. വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയും. എനിക്കൊന്നും പറയാനില്ല. ഇത് എളുപ്പമുള്ള പണിയല്ല. ഇപ്പൊ ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടോണ്ടിരിക്കാറുണ്ടല്ലോ. ദിയാകൃഷ്ണൻ അവൾക്ക് പിന്നെ ഒരിക്കലും അല്ല. ബൈ ഗൈസ്, ഞാനപ്പോ പോവാണ് കേട്ടാ. കഴിഞ്ഞോ? കിടന്നു. ഇത് ഹാർട്ട് ബീറ്റ് ആണോ കേൾക്കണേ? ബീറ്റ് കൂടുതലാണല്ലോ. പിന്നെ എവിടെ പോണാണ്? അപ്പൊ ഞാൻ ഇനി AC റൂമില് TV കണ്ടോണ്ട് കിടക്കണോ? എന്റെ ഭഗവാനെ, അയ്യോ വരുന്നടി. 1 മിനിറ്റ് ഇപ്പൊ കുറയും. നല്ല ചിരിച്ചോണ്ട് വേഗം സുഖാവണേ പെട്ടെന്ന്. കുഞ്ഞുലക്ഷ്മി ബൈ. പ്രാർത്ഥിക്കണോ? അമ്മയില്ലേ എന്താണ് ഇഞ്ചക്ഷൻ കയറ്റാമെന്ന് അറിഞ്ഞിട്ട് അമ്മ വിളിച്ചു പറഞ്ഞു. അമ്മ ഒന്ന് കരയാണ്.